പുതിയ വീട്ടിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്നെന്താ പരിപാടി എന്ന് വെച്ചിട്ട് നമ്മുടെ അളിയൻ പരിപാടി. അപ്പൊ അളിയനെ കൊണ്ടുവരാൻ പോകാനുള്ള പരിപാടിയാണ് നമ്മളോട് നിൽക്കുന്നത്. അപ്പോൾ എയർപോർട്ടിലേക്ക് അളിയനെ പോയി കൊണ്ടുവരാൻ കുറേ പ്ലാനിങ് ഉണ്ട്. ചേച്ചിയും ഉണ്ണിയും കൂടി ഉണ്ട്. എന്താണ് അവരുടെ ഇതെന്ന് നമുക്ക് അറിയില്ല. ഉണ്ണിയോട് ചോദിച്ചോക്കാട്ടോ. അച്ഛനെ കൊണ്ടുവരാൻ പോലെ ചുന്തനായിട്ട് നിൽക്കാണോ? അച്ഛനാണോ ചേച്ചി ചെയ്യാ? കണ്ടില്ല ഗൈസ്, അച്ഛനെ കണ്ടു കഴിഞ്ഞാൽ എന്താ ചെയ്യാൻ പോയി കളിപ്പാട്ടം പോയി കാണിക്കുന്നത്. ഇവൻ നേരത്തെ പറഞ്ഞത് അച്ഛനെ കണ്ടു കഴിഞ്ഞാൽ ഓടിപ്പോയി പെട്ടി കെട്ടി പിടിക്കുന്ന പറഞ്ഞിട്ടുള്ളത്. കാരണം അതിലാണ് കളിപ്പാട്ടം എന്നാ പറഞ്ഞത്. അപ്പൊ നമുക്ക് എന്തായാലും പോകാൻ വേണ്ടിയിട്ടുള്ള കാർ എടുത്തിട്ട് വരാം. അച്ഛന്റെ പെട്ടി കിട്ടാൻ വേണ്ടിട്ടല്ലേ? അപ്പൊ ഗൈസ് നമുക്ക് കാർ എടുത്തിട്ട് വരാം. അപ്പോൾ ഗൈസ് കാർ എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞാൽ നമ്മളിത് നേരെ ഹോട്ടലിലേക്കാണ് വന്നിട്ടുള്ളത്. അതായത് നെടുമ്പാശ്ശേരിയുടെ അടുത്തുള്ള ഹോട്ടലാണിത്. അപ്പോൾ ഇവിടുന്ന് ഭക്ഷണം കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. കാരണം അവിടെ കുറേ നേരം പോസ്റ്റ് ഉണ്ട്. അപ്പോൾ ഞാനാണെങ്കിൽ ഒരു ബിരിയാണിയാണ് ഓർഡർ ചെയ്തത്. ചെക്കനാണെങ്കിൽ ഒരു ബട്ടർ ചിക്കനും ചപ്പാത്തി ഓർഡർ ചെയ്തിട്ടുണ്ട്. നമുക്ക് എയർപോർട്ടിൽ പോകാം. അപ്പോൾ നമ്മളിത് എയർപോർട്ടിലെത്തി. ചെക്ക ഉറക്കപ്പിച്ചയിലാണ്. ചെക്കൻ വണ്ടിയിൽ കിടന്ന് ഉറങ്ങുമായിരുന്നു. ഇതിപ്പോൾ നടക്കണില്ല അച്ഛനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇനി നമ്മൾ 2 മണിക്കൂറൂടെ പോസ്റ്റാണ്. നമ്മളിപ്പോൾ വ്യൂ ഗാലറിയിൽ കയറിയിരിക്കാനുള്ള പരിപാടിയാണ്. അപ്പോൾ നമുക്ക് വ്യൂ ഗാലറിയിൽ പോയി കയറിയിരിക്കാം. 2 മണിക്കൂർ നമ്മളിന്നോടെ പോസ്റ്റാണ്. വ്യൂ ഗാലറിയിൽ പോവാം. കാല് വെച്ചിട്ട് കാല് വെക്കിങ്ങട്. ആ ഏതിട്ടേ ഗൈസ് സെക്കൻഡ് ആദ്യമായിട്ട് എസ്കലേറ്ററിൽ കയറുന്നതാട്ടോ. ഇവിടെ എത്തുമ്പോ പിടിച്ചോളട്ടെ. എങ്ങനെയുണ്ട് എസ്കലേറ്റർ ഉണ്ട്? വിമാനം എവിടെ നിന്ന് കാണിച്ചാ? ഇൻഡിഗോ. ഗൈസ് നമ്മളിപ്പോൾ നിൽക്കുന്നത് എയർപോർട്ടിലത്തെ വ്യൂ ഗാലറിയുടെ ഉള്ളിലാണ്. 30 രൂപയാണ് ഇതിൻ്റെ ഉള്ളിൽ ഒരാൾക്ക് കയറാൻ വേണ്ടി ഈടാക്കുന്ന ചാർജ് എന്ന് പറയുന്നത്. അപ്പോൾ എയർപോർട്ടിൽ വന്നുള്ള എല്ലാവരും ഇവിടെ കയറിയിട്ടുണ്ടായിരിക്കും, ഭൂരിഭാഗം പേരും. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ക്യാഷ് പേ ചെയ്താലാണ് കയറാൻ പറ്റുള്ളൂ. പക്ഷേ ക്യാഷ് ഇല്ല എന്നുണ്ടെങ്കിൽ വിഷമിക്കേണ്ട ആവശ്യമില്ല. തൊട്ടടുത്ത് വേറൊരു കൗണ്ടർ ഉണ്ട്. അവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് അവർ കാർഡ് പേയ്മെൻറ്റ് ഗൂഗിൾ പേ എടുക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ഇനി അളിയന് വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പ് തുടരാം. തിരികെ ഞാൻ വരുമെന്ന് വാർത്ത കേൾക്കാനായി ഗ്രാമം കൊതിക്കാറുണ്ടെന്നും തിരികെ മടങ്ങാൻ തീരത്തടുക്കുവാൻ വിടുവായി പതിവായി കരയുന്ന നടവരമ്പോർമയിൽ കണ്ടു. വെയിലേറ്റുവാടുന്ന ചെറുമികൾ തേടുന്ന തണലും തണുപ്പും ഞാൻ കണ്ടു. வார்த்தை தேவையில்லை வாழும் காலம் வரை பார்வை பார்வை மொழி பேசவே. நேற்று தேவையில்லை நாளை தேவையில்லை இன்று இந்த நொடி போதுமே. வேறென்று வித என்று விழுத்தூவும் மழை என்ற இதயன்னை இவர் தோட்டம் பூ பூக்குதே. வாலின்றி போரின்றி வலிக்கின்ற யுத்தம். ഗൈസ് അങ്ങനെ കുറേ നേരത്തെ കാത്തിരിപ്പിന് ശേഷം അളിയനെ കണ്ടിരിക്കുകയാണ്. അളിയനെ കണ്ടപ്പോൾ കൈ വിട്ട് പോയത് ഉണ്ണിയിലാണ്. നേരെ ഓടിച്ചെന്ന് അവൻ കെട്ടിപ്പിടിച്ച് അതിന് മുന്നേ ഒരു വീഴ്ചയും വീണ്. അപ്പം എന്തായാലും നമുക്ക് വീട്ടിലേക്ക് പോവാം. ബാക്കിയുള്ള കാഴ്ചകൾ അവിടെ. പോകല്ലേ കമലാസനം വരുന്നേ. ഒടുവിൽ ഞാൻ എന്റെ മാതൃരാജ്യത്തിലേക്ക് മടങ്ങി വന്നിരിക്കുന്നു. ഞാൻ പണ്ട് കടവും കടത്തിണ്ടയുമായിട്ട് കരയിൽ കറങ്ങി നടന്ന പഴയ കമലാസനല്ല. സ്വന്തം കാഴ്ച കണ്ട് സ്വന്തം കണ്ണ് തന്നെ തള്ളിപ്പോയ പുതിയ കമലാസൻ. കമലാസൻ എന്റെ കമലാസനാ. എന്താ ഇത്? വൃത്തികെട്ട ഇന്ത്യൻ വേർപ്പിന്റെ നാറ്റം എന്നെ പുറത്തു വെച്ച് തേച്ച് എന്നെ അപമാനിക്കുന്നുവോ? മാഫി മുഷ്കിൽ. എന്തൊരു മുഷ്കിൽ വേണം. ഓ ഗറാമി, നീ കാശ് എന്താണെന്ന് കണ്ടിട്ടുണ്ടാ.
പേർഷ്യയിൽ പാല് വിൽക്കുന്ന ഷേക്കുമാർ പോലും എന്നോട് ഇമാതിരി പെരുമാറിയിട്ടില്ല. ഷേക്കുമാര് പാല് വിൽക്കൂ? പിന്നെ കേട്ടിട്ടില്ലേ മിൽക്ക് ഷേക്ക്? എന്റെ അമ്മോ